അഹ്ലുൽ ബൈത്തിനെ പ്രിയം വെക്കാൻ, സാദാത്യങ്ങളെ ഹുബ്ബ് വെക്കാൻ. അങ്ങനെ അഹ്ലുൽ ബൈത്തിനെ പ്രിയം വെച്ചാൽ, സാദാത്യങ്ങളെ ഹുബ്ബ് വെച്ചാൽ അവൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിലാണ്. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ആ പവറാണ് തങ്ങന്മാർക്കുള്ളത് കേട്ടോ. അപ്പൊ ആ ചോര, ആ ശരീരത്തിൽ പോണ ചോര ഉണ്ടല്ലോ, അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡാണ്, ചോരയാണ്. ആ പരമ്പരയാ. അത് ഒരാള് നമ്മുടെ മജ്‌ലിസിലുണ്ടായാൽ ദുആക്ക് ഇജാബത്ത് കിട്ടും. എത്ര ആയിരക്കണക്കായ മൂല്യന്മാരുണ്ടായാലും ഒരൊറ്റ സയ്യിദ് ഉണ്ടായാല് ആ ദുആക്ക് അല്ലാഹു തആല ഇജാബത്ത് നൽകും. പഴയ കാലം നമ്മുടെ ആലിമീങ്ങളൊക്കെ എത്ര ബഹുമാനത്തോടെയാണ് സയ്യിദന്മാരെ കണ്ടിരുന്നത് അറിഞ്ഞൂടെ? അല്ലാഹ് ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ആമീൻ. ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദിന്റെ ശിഷ്യനാണ്, ആയിരുന്നു പാണക്കാട് മർഹൂം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. മരിച്ചുപോയി. കേരളത്തിലെ പേരുകെട്ട സയ്യിദ് കുടുംബമാണ് പാണക്കാട് കുടുംബം. ആ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ശംസുൽ ഉലമയുടെ അടുത്ത് പോയിട്ടാണ് കിതാബ് ഓതി പഠിച്ചത്. ശിഷ്യനാണ്. അപ്പൊ ഞാൻ കിതാബ് ചൊല്ലിക്കൊടുത്ത ഒരു ശിഷ്യൻ ഇവിടെ കയറി വന്നാൽ ഞാനിപ്പോ അവനെ കണ്ട അവിടെ ഇന്നോട്ടോ എന്ന് പറയും, അത്രയല്ലേ ഉള്ളൂ. അതേ സമയത്ത് ഞാൻ കയറി വരുമ്പോഴോ ആ ശിഷ്യൻ എഴുന്നേറ്റ് നിൽക്കും. അല്ലാഹു ഉസ്താദാണ് വരുന്നത്, ബഹുമാനിക്കും. എന്നാൽ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഒരു പ്രസംഗ വേദിയിലേക്ക് കയറി വരുമ്പോൾ പഠിപ്പിച്ചു കൊടുത്ത ഉസ്താദായ ശംസുൽ ഉലമ വേദിയിലുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുന്നു, ശിഷ്യന്റെ കൈ പിടിച്ചിട്ട് ചുംബനം കൊടുക്കുന്നു. ഉസ്താദ് ശിഷ്യന്റെ കൈ പിടിച്ച് ചുംബിക്കുന്നു. കാരണം എന്താണ്? അത് റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയാണ്, കുടുംബമാണ്. ആലുൻ നബിയ്യിൻ വ ഇൻ ഖല്ലത് മിലാഹതുഹു ഹും കൽ മനാസിഖി മിൻ ആയാതി ഫുർഖാനി ഇന്ന അഹ്ലൽ ബൈത്തി യുതഹിറകും തത്ഹീറാ. ഖുർആൻ പറയുന്നു, അഹ്ലു ബൈത്ത് നിങ്ങളെ ശുദ്ധീകരിച്ച് കളയും. അതുകൊണ്ട് മുത്തുനബിയുടെ കുടുംബത്തെ മഹബ്ബത്ത് വെച്ചോ. തങ്ങളവറുകൾ വന്നതുകൊണ്ട് ഞാനൊന്ന് അങ്ങനെ പറഞ്ഞു പോയതാണ്. നമ്മളൊക്കെ റൂസ് പട കഴിക്കാൻ നാളെ നമ്മുടെ പരിപാടി സമാപിക്കും. ഇതിന്റെ തുടക്കത്തിൽ നമ്മുടെ ഖത്തീബ് ഉസ്താദ് വളരെ ബഹുമാനത്തോടെ, വളരെ സന്തോഷത്തോടെ, വളരെ ആദരവോടെ നിങ്ങളൊക്കെ ആ പീഡിയയിലിരിക്കരുത്, റോട്ടിലിരിക്കരുത്, എല്ലാവരും ഇവിടെ വന്ന് മജ്‌ലിസിൽ ഇരിക്കണം എന്ന് പറഞ്ഞു. നമ്മുടെ ചെറുപ്പക്കാരായ ന്യൂ ജനറേഷൻ കുട്ടികൾ അവരൊക്കെ വന്ന് ആ കസേരയിൽ ഇരുന്നിട്ടുണ്ട്. അപ്പൊ നമുക്കൊക്കെ ഫ്രീ ആയിട്ട് സേവനം ചെയ്യാനോ പണിയെടുക്കാനോ ആർക്കും ഇന്ന് താല്പര്യമില്ല. എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നറിഞ്ഞാൽ നമ്മളെല്ലാം ആക്റ്റീവായിരിക്കും, അല്ലെ? നമ്മളൊരു പണിയെടുത്താൽ അതിന് തക്കതായ കൂലി കിട്ടും എന്നറിഞ്ഞാൽ നമ്മളൊക്കെ ആക്റ്റീവായിരിക്കും. എന്നാല് ഇവിടെ നടക്കുന്ന വഅദില്, നസീഹത്തില് മാക്സിമം 2 മണിക്കൂർ അത്രേ ഉണ്ടാവുള്ളൂ. ആ 2 മണിക്കൂർ നേരം നിങ്ങൾ ഇവിടെ ഇരുന്നാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും അതങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് കിട്ടാൻ പോണ കൂലി എത്രയാണ് അത് നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും കേട്ടോ. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലല്ല, ആഖിറത്തിന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. 1 മണിക്കൂർ സമയം വഅദ് കേൾക്കുകയോ വഅദ് പറയുകയോ ചെയ്താൽ അവന് കിട്ടുന്ന പ്രതിഫലം എത്രയാണെന്നറിയോ? എത്ര? 1000 റക്അത്ത് മുത്തലഖായ സുന്നത്ത് നിസ്കരിച്ച നിസ്കാരക്കാരന് കൊടുക്കുന്നതിനേക്കാൾ വലിയ പ്രതിഫലം 1 മണിക്കൂർ സമയം വഅദ് കേട്ടാ കിട്ടും. 1 മണിക്കൂർ സമയം വഅദ് പറഞ്ഞു കൊടുത്താലും കിട്ടും, പറയണേ എനിക്കും കിട്ടും, കേൾക്കണ നിങ്ങൾക്കും കിട്ടും. 1000 റക്അത്ത് നിസ്കരിക്കാൻ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ പറ്റുമോ? നമ്മളെന്ന് നേരം വെളുക്കുമ്പോ തഹജ്ജുദ് മുതൽ എടുത്തോ, സുബഹിന്റെ മുമ്പുള്ള തഹജ്ജുദ്, സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് 4, സുബഹി 2 6, അല്ലാഹ് ദുഹാ 2 6 2 8, ദുഹറിന്റെ മുമ്പ് 4 8 4 12, ദുഹർ 4 16, ശേഷം 4 20, അസറിന്റെ മുമ്പ് 2 22, അസർ 4 26, മഗ്രിബിന്റെ മുമ്പ് 2 28, മഗ്രിബ് 3 28 3 31, മഗ്രിബിന്റെ ശേഷം 2 33, ഇശാഇന്റെ മുമ്പ് 4 37, ഇശാ 4 41, ഇശാഇന്റെ ശേഷം 4 45. ഇനി ഏറ്റവും കൂടിയ 11 റക്അത്ത് വിത്ർ. അപ്പൊ 45 11 എത്രയായി? 51 56 റക്അത്തായി.
നല്ലോണം ഇബാദത്തെടുക്കുന്ന വലിയ വലിയ ആബിദീങ്ങളാണെങ്കിൽ മഗ്രിബ് നിസ്കരിച്ച് ഇശാന്റെ ഇടയിൽ ഒരു നിസ്കാരമുണ്ട് 12 റക്അത്ത് അവ്വാബീൻ നിസ്കാരം എന്ന് പറയും. നമ്മളൊന്നും കിനാവ് കണ്ടിട്ടും കൂടി ഉണ്ടാവില്ല, പലരും കേട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ നിസ്കാരമൊക്കെ ഉണ്ട് കേട്ടോ. ആ 12 15 നിസ്കരിക്കുന്നവനാ നോക്കുക. എത്രയും ഫറളും സുന്നത്തും മുഅക്കദും ഗൈർ മുഅക്കദും എല്ലാം കൂടി ഒരു 10-75 റക്അത്താണ് 24 മണിക്കൂറിന്റെ ഉള്ളിൽ നമ്മൾ നിസ്കരിക്കുന്നത്. അതന്നെ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ പറ്റുന്നില്ല. അതിന് തന്നെ ചിലപ്പോ നമ്മൾ മുങ്ങണുണ്ട്, അതന്നെ ചിലപ്പോ നമ്മൾ വിട്ടുപോകുന്നുണ്ട് അല്ലേ. നിങ്ങൾ 1 മണിക്കൂർ സമയം നിങ്ങൾ ഇവിടെ റുക്കൂഉം ചെയ്യണ്ട, വുളൂഉം ചെയ്യണ്ട, സുജൂദും ചെയ്യണ്ട. നിങ്ങൾ ആ കസേരയിൽ അവിടെ ഇരുന്നാ മതി. സൈലന്റ് പ്ലീസ്. അച്ചടക്കത്തോടെ ഇരിക്കോ. 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച പ്രതിഫലം നിങ്ങൾക്ക് തരാം മോനെ. മോനെ, ചെറുപ്പക്കാരാ, വലിപ്പക്കാരാ, ഉപ്പമാരെ, ഉമ്മമാരെ, പെങ്ങന്മാരെ, ആങ്ങളമാരെ, 1000 റക്അത്ത് മുത്തലക്കായ സുന്നത്ത് നിസ്കരിച്ച പ്രതിഫലം ഒരൊറ്റ മണിക്കൂർ കൊണ്ട് കിട്ടും. 2 മണിക്കൂർ ഇവിടെ ഇരുന്നാൽ 2000 റക്അത്തിന്റെ പ്രതിഫലം കിട്ടും. അതൊക്കെ റബ്ബിന്റെ കോടതിയിൽ പോയാൽ 1000ന്റെ പ്രതിഫലം എത്രയാണ്, 2000ത്തിനുള്ള മഹത്വം എത്രയാണെന്ന് അവിടെ ചെന്നാൽ അറിയാം. അതിപ്പോ വയല് കേട്ടാ കിട്ടണ പ്രതിഫലമാണ്. അപ്പൊ നമ്മൾ കേവലം വയല് കേൾക്കൽ മാത്രമല്ല ഇവിടെ നടക്കുന്നത്. ഇവിടെ വേറൊരു പണിയും കൂടി ഇപ്പൊ നമ്മൾ നടത്തുന്നുണ്ട്. എന്തിനാ ഈ വയലിവിടെ സംഘടിപ്പിച്ചത്? എന്തേലും പള്ളിയുടെ വാർഷികം നോക്കിയിട്ടോ, അല്ലെങ്കിൽ സലാത്ത് വാർഷികത്തിനോ, ദിക്ർ വാർഷികത്തിനോ, അല്ലെങ്കിൽ സംഘടനയുടെ വാർഷികമോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ നമ്മൾ ഈ വയല് വെച്ച? എന്തിനാ? മഹാനായ വലിയുല്ലാഹി ഉപ്പാപ്പ സൂഫി ഷഹീദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീദ് വനഫഅനാ ബിബറകാതിഹി വബിഉലൂമിഹി ഫിദ്ദാറൈൻ ആമീൻ. അല്ലാഹു ആ മഹാന്റെ റൂഹ് ഈ മജ്ലിസിൽ നീ ഹാദറാക്കണം അല്ലാഹ്. അവിടുത്തെ സാന്നിധ്യം ഈ മജ്ലിസിൽ നീ നൽകണം അല്ലാഹ്. ഉദയാസ്തമയത്തിന്റെ ഇടയിലുള്ള അസ്ഹാബുൽ ബദരീങ്ങൾ മുതലുള്ള എല്ലാ ഔലിയാക്കളുടെ അർവാഹുകളും ഈ മജ്ലിസിൽ നീ ഹാദറാക്കണം അല്ലാഹ്. ആമീൻ ആമീൻ. കേട്ടോ, നമ്മളിവിടെ എന്തിനായി വാഴ്ന്നു വെച്ചത്? സൂഫി ഷഹീദ് വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീദ് മഹാന്റെ ഉറൂസ. അതിനാ നമ്മളോട് ചോറ് കൊടുത്തത്. അതിനാ നമ്മളിവിടെ മറ്റു കാര്യങ്ങളൊക്കെ നടത്തിയത്. ഈ ലൈറ്റ് ഇട്ടതും ഈ പന്തലിട്ടതും എന്നെ വാതിൽ വിളിച്ചതും നിങ്ങൾ വന്നതും കേൾക്കുന്നതും പറയുന്നതും അനുഭവിക്കുന്നതൊക്കെ ആ മഹാന്റെ നാമധേയത്തിലാണ്. അതിന്റെ കൂലി എത്രയെന്നും കൂടി അറിഞ്ഞോളി. ഇപ്പൊ 2 മണിക്കൂർ 2000 റക്അത്തിന് കൂലി അക്കൗണ്ടിൽ കിട്ടും കേട്ടോ. അത് കിട്ടണം, അതിനിരിക്കണം. ഒരു 2 മണിക്കൂർ ഒന്ന് കയ്യും കാലും ഒതുക്കിയിട്ടൊന്ന് ഇരുന്നോക്കെ നമ്മള്. വെറുതെ കിട്ടുന്നത് കളയണോ? അള്ളാടെ അടുത്താ കിട്ടാൻ പോണു. ഇവിടെ അല്ല, എല്ലാം ഇവിടെ മൊബൈലിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും വന്നാ പോരല്ലോ. റബ്ബിന്റെ അടുത്തുള്ള അക്കൗണ്ടിൽ എന്തെങ്കിലും വേണ്ടേ? ആര് എപ്പ എങ്ങനെ മരിക്കുന്ന ആർക്കെങ്കിലും അറിയോ? കുട്ടികൾ വിചാരിക്കും ഞങ്ങളൊന്നും ഇപ്പൊ മരിക്കൂല, അല്ലെങ്കിൽ ചെറുപ്പക്കാർ വിചാരിക്കും ഞങ്ങളൊന്നും ഇപ്പൊ പോകൂല. അങ്ങനെ ആരും വിചാരിക്കണ്ട. നാളെ കേരളത്തിൽ ഹർത്താലാണ് മോനെ. നാളെ എന്റെ നാട്ടിലേക്ക് വയത് കഴിഞ്ഞ് പോകണമെന്ന് വിചാരിച്ചപ്പോ അവിടുന്ന് വിളിച്ചു പറഞ്ഞു, വരണ്ട വരണ്ട വരണ്ട. രാവിലെ 6 മുതൽ വൈകുന്നേരം വരെ കേരളത്തിൽ ബസ് പോകില്ല, കാറ് പോകില്ല, ലോറി പോകില്ല, സൈക്കിള് പോലും ഓട്ടോറിക്ഷ പോലും വിടൂല. തടഞ്ഞ് കളയുമെന്ന് പറയുന്നത് വിദ്യാർത്ഥി സംഘടനയാണ്, കുട്ടികളുടെ സ്റ്റുഡൻസിന്റെ സംഘടനയാണ്. വാട്ട് ഈസ് ദ റീസൺ? എന്താണ് കാരണം എന്നറിയോ? BDS പഠിക്കുന്ന, ഡെന്റൽ ഡോക്ടറാകാൻ പഠിക്കുന്ന, പല്ലു ഡോക്ടറാകാൻ പഠിക്കുന്ന ഒരു പയ്യൻ മെഡിക്കൽ കോളേജിന്റെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടി ചത്തുപോയി. ഇപ്പൊ പറയുന്നു അത് ചത്തതല്ല, കൊന്നതാണ്, തള്ളിട്ടതാണ്, ചവിട്ടി വെച്ചതാണ്. അതിനെപ്പറ്റി അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ് അതാ കേരളമാകെ നാളെ സ്തംഭിപ്പിക്കുകയാണ്. വയസ്സെത്രയാണ്? 21 22 പ്രായമുള്ള ചെക്കൻ ഇപ്പോ ഖബറിലാണ്, മണ്ണിന്റെ അടിയിലാണ്. ഈ കസേരയിലിരിക്കുന്ന ആരാണ്, എപ്പോഴാണ് പോകുക എന്നുള്ളത് ഈ പറയുന്ന ഞാനാണോ, കേൾക്കുന്ന നിങ്ങളാണോ? ആരാണ് റബ്ബിന്റെ അടുത്തേക്ക് വേഗം പോകുക എന്നുള്ളത് അല്ലാഹുവിനല്ലാതെ പറയാൻ പറ്റൂല മോനെ. അതുകൊണ്ട് നമ്മൾക്കൊന്നും ആഖിറം വലിയ പ്രശ്നമായി തോന്നുന്നില്ലെങ്കിൽ മരിച്ചിട്ട് പിന്നെ ചിന്തിക്കാൻ സമയമുണ്ടാവൂല. മരണത്തിന്റെ മുമ്പ് നമ്മൾ നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തു വെച്ചാൽ എപ്പ മരിച്ചാലും നമുക്ക് റബ്ബിന്റെ അടുത്ത് അന്തസ്സോടെ അഭിമാനത്തോടെ അള്ളാഹുവിന്റെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ കഴിയണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പൊ കിട്ടണ കൂലിയൊന്നും കളയരുത് കേട്ടോ. കിട്ടണ കൂലിയൊന്നും നമ്മൾ കളയാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഉറൂസിന്റെ വയലാ നടക്കുന്നത്. ഈ ഉറൂസ് നടത്തിയാ കിട്ടാ എന്ത് കൂലി കിട്ടുക? അതും കൂടി പഠിച്ച ചോളി.
ഉറൂസ് നടത്തിയാൽ എന്ത് കൂലി കിട്ടും? എന്താ കൂലി? ഉറൂസ് നടത്തുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിന്റെ ഔലിയാക്കളെ പ്രിയം വെക്കലാണ് മോനെ. അള്ളാഹ് ബഹുമാനിച്ചവരാണ്, അള്ളാഹുവിന്റെ ഔലിയാക്കൾ അവരെ സ്നേഹിക്കലാണ് ഉറൂസ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കേട്ടോ. എന്താ ഇരിക്കാൻ കസേരയില്ലേ? ആ ബാക്കിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്, അപ്പൊ എല്ലാരും മുന്നോട്ടൊന്നാ കയറിയിരുന്നോളി. ആ ബാക്കിലുള്ളവരൊക്കെ അടുത്തടുത്ത സീറ്റ് കാലിയായി കിടക്കുമ്പോ ആ മുന്നില് നമ്മൾ നിസ്കരിക്കാൻ ചെന്നാൽ മുമ്പിലെ സഫിലൊക്കെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കയറിക്കല് സുന്നത്തല്ലേ? നോലെന്നെ വാലേക്കമല്ലാലും മുന്നിലെ സഫിൽ വന്നിരുന്നവന് കൂലി കൂടലുണ്ട് കേട്ടോ. നിങ്ങൾ പള്ളി പോയാലേ, ഈ പള്ളി അൽഹംദുലില്ലാ ഞാൻ അങ്ങ് വരുമ്പോ തന്നെ നമ്മുടെ സുഹരി ഉസ്താദും പള്ളിക്കലെ ഖത്തീബ് ഉസ്താദും ഈ പള്ളിയിലെ മറ്റു ഉസ്താദുമാരും ഇവിടെയുള്ള ആ നാട്ടിലെ കുട്ടികളും പ്രമാണിമാരൊക്കെ ഒന്നിച്ച് ദഫ് മുട്ടി എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ആ പള്ളിയുടെ ഉള്ളിലേക്കാണ് ഞങ്ങൾ ആദ്യമായി കയറിയത്. ഇതൊരു ചെറിയ നാടാണെന്ന് പറഞ്ഞു. അധികം പാവങ്ങളാണ്, നിത്യവൃത്തി അധ്വാനിച്ച് ജീവിച്ചു പോണ ആളുകളാണ്. ഈ നാട്ടിൽ വന്നപ്പോ അൽഹംദുലില്ലാ ആ പള്ളിയിലോട്ടൊന്ന് കയറി നോക്കുമ്പോ സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞുപോയി. മനോഹരമായ പള്ളി, എയർ കണ്ടീഷൻ വെച്ച പള്ളി, നല്ല കാർപ്പറ്റ് വെച്ചിരിക്കുന്ന പള്ളി, അതിന്റെ ഉള്ളിൽ നല്ല അട്രാക്റ്റീവായ ഫാനുകൾ അടക്കം ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പള്ളി. നമ്മൾ അങ്ങനെ പള്ളി കയറിയാല് ഇപ്പൊ ചെറുപ്പക്കാര് 2 റക്അത്ത് നിസ്കരിക്കണം വെച്ചിട്ട് കയറിയ അവിടുത്തെ കാർപ്പറ്റിന്റെ സുഖം, അവിടുത്തെ എ സിയുടെ തണുപ്പും, അവിടുത്തെ ഫാനും, അവിടുത്തെ സെറ്റപ്പും കാണുമ്പോ പോണം പടച്ചോനെ ഒരു 4 റക്അത്ത് കൂടി കൂടിക്കെടുക്കട്ടെ, ഒരു 4 റക്അത്ത് കൂടി നിസ്കരിക്കാൻ തോന്നും. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ ലോകത്തെ ഏറ്റവും അധികം ഭംഗിയാക്കേണ്ടത് ഏതാണ്? നമ്മുടെ വീടാണോ? വീട് ഭംഗിയാക്കണോണ്ട് കുഴപ്പമില്ല, വീട് നന്നാക്കാം താക്കത്തനുസരിച്ച്. പക്ഷേ നിന്റെ വീട് നീ ഭംഗിയാക്കുന്നതിന്റെ മുമ്പ് നീ ഭംഗിയാക്കേണ്ടത് നിന്റെ നാട്ടിലെ പള്ളിയാണ്. നിങ്ങളുടെ പള്ളികളൊക്കെ നിങ്ങൾ ഭംഗിയാക്കി വെക്കണമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അൽഹംദുലില്ലാഹ് ആ പള്ളിയുടെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കുമ്പോ വല്ലാത്ത സന്തോഷമായി ലക്ഷക്കണക്കിന് രൂപകൾ ചെലവഴിച്ചുകൊണ്ട് ആ പള്ളി നിസ്കരിക്കാനും ഇഅ്തികാഫിരിക്കാനും ദിക്ർ ചൊല്ലാനും സ്വലാത്ത് ചൊല്ലാനും ദുആ ആശ്വാസം നൽകുന്ന പള്ളിയായി നമ്മുടെ ചിറ്റടയിലെ മഹല്ല് പള്ളി മാറിക്കഴിഞ്ഞു. അല്ലാഹുവേ അതിനെ ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ, ആരൊക്കെ സഹകരിച്ചിട്ടുണ്ടോ, ആരൊക്കെ അതിന് ബന്ധപ്പെട്ടിട്ടുണ്ടോ അവർക്ക് റബ്ബേ നീ സ്വർഗം നൽകണം അല്ലാഹ്. ആമീൻ. പള്ളിക്ക് വേണ്ടി നൽകിയതിന് പ്രതിഫലം എന്താണെന്നറിയോ? ഒറ്റ പ്രതിഫലയുള്ളൂ. മുത്തുനബി പറഞ്ഞു, മൻ ബനാ മസ്ജിദൻ, ആരെങ്കിലും അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കി കൊടുത്താൽ, സ്വന്തമായിട്ട് ഒന്നിച്ചുണ്ടാക്കിയാലും വേണ്ടില്ല, അല്ലെങ്കിൽ ഉണ്ടാക്കണേൽ ഷെയർ കൂടിയാലും വേണ്ടില്ല, മൊത്തം ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ 10 ലക്ഷം കൊടുത്തു, 5 ലക്ഷം കൊടുത്തു, 1 ലക്ഷം കൊടുത്തു, 50,000 കൊടുത്തു, 10,000 കൊടുത്തു, 25,000 കൊടുത്തു, 25,000 കൊടുത്തു, 3,000 കൊടുത്തു, താക്കത്തനുസരിച്ച് കൊടുത്താൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അവൻ അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ കൊട്ടാരം നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗ്ഗത്തിൽ കൊട്ടാരാ നൽകുന്നത് അല്ലാഹ്. ഇവിടെ ഇപ്പൊ നമ്മൾ എത്ര കാലം ഉണ്ടാവും മോനെ? എത്ര കാലപ്പോടുണ്ടാകുക? നമ്മളൊക്കെ ഓരോരുത്തരുടെ കാൽക്കുലേഷനും ബഡ്ജറ്റും ഒക്കെ കണ്ടാ തോന്നും നമ്മളിവിടെ മരിക്കില്ല, കാലകാലം ഇവിടെ ജീവിക്കുന്നു. ഇസ്ലാം പരിപൂർണ മതമാണ്, എല്ലാത്തിനും നിയമം പറഞ്ഞ മതമാണ്. നിയമമില്ലാത്ത ഒറ്റ കാര്യം പോലും ഇസ്ലാമിലില്ല. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ വാദിയാക്കാൻ, എങ്ങനെ ഇരിക്കണം? ഇസ്ലാമിൽ ലോ നിയമമുണ്ട്. വായത് പറയുന്ന ഉസ്താദ് എങ്ങനെ നിൽക്കണം? നിയമമുണ്ട്. കേൾക്കുന്ന മുത്തഅല്ലിമീങ്ങളായ സ്റ്റുഡൻസ്, വിദ്യാർത്ഥികളാണ് ഇപ്പൊ നിങ്ങൾ. എത്ര പ്രായമുള്ളവനും ഇപ്പൊ സ്റ്റുഡൻസ്. വി ആർ സ്റ്റുഡൻസ് ഓൺലി. നിങ്ങൾ എല്ലാവരും വിദ്യാർത്ഥികളാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെ ഇരിക്കണം? ഒരു അധ്യാപകന്റെ മുമ്പിൽ ഒരു വിദ്യാർത്ഥി ഇരിക്കുന്നതിന് ഇസ്ലാമിൽ നിയമമുണ്ട്. അതെങ്ങനെ ഇരിക്കേണ്ടതെന്ന് അറിയോ? 1000 ഈ കസേരന്റെ മുകളിൽ ഇരിക്കാൻ പറ്റൂല. ഇവിടെ പാവം അങ്ങനെ ഇരിക്കണമെങ്കിൽ ഇവിടെയൊക്കെ മുസല്ല വിരിച്ച് കാർപ്പറ്റ് വിരിച്ച് വേറെ ആ പള്ളിയിൽ അങ്ങനെ ഇരിക്കാൻ പറ്റും. പള്ളിയിൽ ഇപ്പൊ ഒരു വാഴ നടത്തുകയാണെങ്കിൽ അങ്ങനെ ആ പള്ളിയിൽ ഇരിക്കുക. എങ്ങനെ ഇരിക്കേണ്ടത്? ആദ്യത്തെ ഹത്തഹിയ്യാത്തിൽ ഇരിക്കണ ഇരുത്തമാകണം ഇൽമു പഠിക്കുന്ന മുത്തഅല്ലിമു ഉസ്താദിന്റെ മുമ്പിൽ ഇരിക്കേണ്ടത്. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് വന്നിട്ട് ഹബീബായ തങ്ങളുടെ അടുത്ത് മദീനത്തെ പള്ളിയിൽ വന്ന് പഠിക്കാൻ വന്നപ്പോ അങ്ങനെയാണ് ഇരുന്നത്. ഹദീസിന്റെ കിതാബ് നോക്കിയാൽ കാണാം. അപ്പൊ നമ്മൾ ഇരിക്കേണ്ട ഇരുത്തം അങ്ങനെയാണ്. എവിടെ ഇരിക്കുമ്പോഴും അങ്ങനെ. ഇനി ഏതിനാ നിയമമില്ലാത്ത വസ്ത്രം ഏതുവരെ പാടുള്ളൂ? എരിയാനിയുടെ താഴെ പാന്റായാലും കന്തൂറയായാലും തുണിയായാലും ഇറങ്ങി
ഇറങ്ങുന്നത് പ്രവാചകൻ നിരോധിച്ചിട്ടുണ്ട്. അത് കിബിർ കൊണ്ടാണ് ഇറങ്ങിയതെങ്കിലോ അള്ളാഹു ആ വസ്ത്രവും ആ പ്രദേശവും നരകത്തിൽ എത്തിച്ചു കളയുകയും ചെയ്യും. നഅൂദു ബില്ലാഹ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അതിന് നിയമമുണ്ട്. ഇനി കൈ എവിടം വരെ കൈ ഉണ്ടാക്കാൻ പാടുള്ളൂ അതിന് നിയമമുണ്ട്. നിങ്ങൾ താടി വെക്കുന്നവരാകണം. താടി എത്ര നീളം വേണം, എങ്ങനെ വെട്ടണം നിയമമുണ്ട്. മീശ വെട്ടണോ വടിക്കണോ അതോ കട്ടമീശ വെക്കാമോ നിയമമുണ്ട്. ചുണ്ടിന്റെ ചുവപ്പ് നിറം കാണുന്ന രൂപത്തിൽ മീശ വെട്ടുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് പറ്റ താഴ്ത്തിക്കളയുകയോ ചെയ്യണോ. മീശ ഇങ്ങനെ കട്ടിയാക്കി വെച്ചിട്ട് വെള്ളം കുടിക്കുമ്പോൾ മീശന്റെ മുകളിൽ വെള്ളം അതുപോലെ വറ്റൊക്കെ തടയുന്ന രൂപത്തിലുള്ള മീശ വെക്കൽ മുസ്ലിമിന് പാടില്ല. അതിന് നിയമമുണ്ട്. മുടിവെട്ടാൻ നിയമമുണ്ട്. 4 പുറം ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾ ഒരു സൈസ് മുടിയുണ്ട്. ഇവിടെ അല്ലാതെ കാണാനില്ല. നമ്മുടെ കേരളത്തിലെ കൂടുതൽ കാണുന്നത് എല്ലാ ഭാഗത്തും ഇങ്ങനെ കോൺക്രീറ്റ് ഇട്ട പോലെ വെട്ടി വെച്ചിട്ട് നടുക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങനെയൊക്കെ വെക്കും. ഇവിടെയൊക്കെ ഇങ്ങനെ വെട്ടിയിട്ട് കുഞ്ഞു മുടിയാക്കും. നടുക്ക് ഇങ്ങനെ ഒരു കുടുംബ വെച്ചിട്ട് വെക്കുന്ന ക്രോപ്പ് വെട്ടൽ ഹറാമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിമിന്റെ മുടി വെട്ടുന്നിടത്ത് നിയമമുണ്ട്, താടി വെട്ടുന്നിടത്ത് നിയമമുണ്ട്, നഖം വെട്ടുന്നിടത്ത് നിയമമുണ്ട്. എങ്ങനെ നഖം വെട്ടണം? വലത്തെ കയ്യിന്റെ ചെറുവിരൽ കൊണ്ട് തുടങ്ങിയിട്ട് ഇടത്തെ കയ്യിന്റെ ചെറുവിരൽ കൊണ്ട് അതിന്റെ ഇടയിൽ തർത്തീബായി വെട്ടണം. കാലും കയ്യും നഖം മുറിച്ച് കളയണം. പല്ല് തേക്കണടുത്ത് നിയമമുണ്ട്. എങ്ങനെ പല്ല് തേക്കണം? ഉള്ളിൽ കൂടെ തേക്കണം, തിരിച്ചു തേക്കണം, അങ്ങനെ തേക്കണം, ഉള്ളിൽ കേൾക്കണം. നാക്ക് പഠിക്കുന്നത് എങ്ങനെ നിയമമുണ്ട്. സുബ്ഹാനല്ലാഹ്. കുളിക്കുന്നിടത്ത് നിയമമുണ്ട്. വസ്ത്രം ധരിക്കുമ്പോൾ ആദ്യം വലത് കൈ കൊണ്ട് ധരിക്കാൻ തുടങ്ങുന്ന നിയമമുണ്ട്. ചെരുപ്പ് ധരിക്കുമ്പോൾ ആദ്യം വലത് കാല് കൊണ്ട് ധരിക്കണം. അപ്പൊ ഇതിനൊക്കെ ചെല്ലേണ്ട ദിക്റുണ്ട്, നിയമമുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോ വലത് കൈ കൊണ്ടെടുത്ത് കഴിക്കണം, ബിസ്മി ചൊല്ലണം. എത്ര ഭക്ഷണേ ഒരാൾ കഴിക്കാൻ പാടുള്ളൂ? അളവും പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ ഇപ്പൊ മന്തിയോ കുഴിമന്തിയോ മന്തിയോ കുഴിമന്തിയോ അല്ലെങ്കിൽ അതുപോലത്തെ വേറെ വല്ല നല്ല തൊള്ളക്ക് രുചിയുള്ള നല്ല ടേസ്റ്റി ഫുഡാണെങ്കിൽ നല്ലോണം വാരി വലിച്ചു കയറ്റും. ഇഷ്ടമല്ലാത്തതാണെങ്കിൽ കുറച്ചേ കഴിക്കുള്ളൂ അല്ലേ? എന്നാ നല്ല ടേസ്റ്റ് ഉള്ള ഫുഡായാലും ടേസ്റ്റ് ഇല്ലാത്ത ഫുഡായാലും എത്രേ കഴിക്കാവൂന്ന് അറിയോ? വയറിന്റെ 1/3 ഭാഗം മാത്രമേ ഭക്ഷണം കഴിക്കാവൂ. 2 ഭാഗം കാലിയാക്കിയിടണം. 1 ഭാഗം വെള്ളം കുടിക്കണം, 1 ഭാഗം കാലി. അപ്പൊ 1/2 ഭാഗേ ഭക്ഷണം വെള്ളം കൂടി വരാൻ പാടുള്ളൂ. 1 ഭാഗം കാലിയാക്കണം. അതിനും ഇസ്ലാം മതത്തിൽ നിയമമുണ്ട്. അങ്ങനെ നോക്കുമ്പോ ഇസ്ലാം മതത്തിൽ നിയമമില്ലാത്ത ഒരൊറ്റ കാര്യവുമില്ല. എല്ലാ കാര്യത്തിനും ഇസ്ലാം മതത്തിൽ നിയമമുണ്ട്. വൈക്കൻ്റെ ആളെ ഒരു ലേശം കൂടി ഒന്ന് കൂട്ടിക്കൊടുത്തു, കുറച്ചുകൂടി കൂട്ടിക്കൊടുത്തു. എല്ലാത്തിനും ഇസ്ലാം മതത്തിൽ നിയമമുണ്ട്. ഇസ്ലാം മതത്തിൽ നിയമമില്ലാത്ത ഒറ്റ കാര്യവും ഇല്ല. അങ്ങനെ പറഞ്ഞ കൂട്ടത്തില് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു കളഞ്ഞു. ഒരു മനുഷ്യൻ എത്ര കാലം വരെ ഇവിടെ ജീവിക്കും? ആയുസിന്റെ ബജറ്റ് ഇസ്ലാം മതം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ മാസത്തിലാണ് സെൻട്രൽ ഗവൺമെന്റ് ബജറ്റ് അവതരിപ്പിച്ചത്. ഇന്ത്യ ഗവൺമെന്റ് ഒരു ബജറ്റ് അവതരിപ്പിച്ചു. അതിലും മനുഷ്യന്റെ ആയുസിനെ പറ്റി പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ മാർച്ചിലാണ് കർണാടകയിലെ ബജറ്റ് അവതരിപ്പിച്ചത്. അതിലും ആയുസിനെ ഡിഫൈൻ ചെയ്തിട്ടില്ല. കഴിഞ്ഞ മാർച്ചിലാണ് കേരള സർക്കാർ ബജറ്റ് അവതരിപ്പിച്ചത്. അവിടെയും ഒരു മനുഷ്യന്റെ ആയുസ് എത്ര കൊല്ലമെന്ന് പറഞ്ഞിട്ടില്ല. കാരണം ആയുസ് പറയാൻ ഒരു സർക്കാരിനെ കൊണ്ടോ കേന്ദ്ര സർക്കാരോ കേരള സർക്കാരോ കർണാടക സർക്കാരോ ഐക്യരാഷ്ട്ര സഭ വരെ വിചാരിച്ചാലും പറയാൻ പറ്റൂല. അത് റബ്ബിനല്ലാതെ പറയാൻ പറ്റൂല. എന്നാ ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എന്റെ ഉമ്മത്ത് ഇവിടെ എത്ര കാലം ഉണ്ടാകൂന്നറിയോ? അഅ്മാറു ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ വയസ്സ് മാ ബൈന 60 ഇലാ 70, 60ന്റെയും 70ന്റെയും ഇടയിൽ എന്റെ ഉമ്മത്ത് മരണപ്പെട്ടു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. തറേ കണക്കാക്കണ്ട കേട്ടോ. 80, 90, 110 ഒന്നും കണക്കാക്കിയിരിക്കണ്ട. എന്നാ ചിലവരിപ്പോൾ 80,000 ഉണ്ടാവും, ചിലർ 90,000 ഉണ്ടാവും. അത് ചില എക്സ്ക്യൂസുകളാ. വയസ്സ് തരുന്നതിൽ ചിലപ്പോ ഷർറാവും. നമ്മൾ അള്ളാഹിനോട് ചോദിക്കാറുണ്ട്, പടച്ചവനെ എനിക്ക് നീ ദീർഘായുസ് താ അല്ലാ. അങ്ങനെ ചോദിക്കാൻ പാടില്ല കേട്ടോ. അള്ളാഹിനോട് എങ്ങനെ ചോദിക്കണം? അല്ലാഹുവേ, നിന്റെ പൊരുത്തത്തിലായി നിനക്ക് ഇബാദത്ത് എടുക്കാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ എനിക്ക് ദീർഘായുസ് തരണമല്ലോ. അങ്ങനെ ചോദിക്കാൻ പാടുള്ളൂ. അല്ലാതെ വെറുതെ ദീർഘായുസ് വന്നു ഒരാൾക്ക് ഒരു 150 കൊല്ലം ജീവിക്കാൻ, എന്നിട്ട് അവൻ കള്ളും കഞ്ചാവും പെണ്ണും കൊലയും കൊളിയൊപ്പും MDM മയക്കമരുന്നൊക്കെ ആയിട്ട് ഇവിടെ അടിച്ചാൽ പൊളിച്ചു. എന്താ ജീവിതം കൊണ്ടുണ്ടായത്? നരകം വിലക്ക് വാങ്ങി കേട്ടോ. അപ്പൊ ദീർഘായുസ് അല്ലാഹുവിനോട് ചോദിക്കുന്നത് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ
ചെയ്യാൻ വേണ്ടിയേ ദീർഘായുസ് ചോദിക്കാൻ പാടുള്ളൂ. ഞാനിത് പറയാനുള്ള കാരണം പരിപൂർണ മതമായ ഇസ്ലാം നമ്മുടെ ആയുസ് വരെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മാബൈന 60-ന്റെയും 70-ന്റെയും ഇടയിൽ എന്റെ ഉമ്മത്ത് മരണപ്പെട്ടു പോകും. ഏറിയാൽ 70 കൊല്ലം ഇവിടെ കണക്കാക്കണ്ടോ. അത് നമ്മളെ പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 63 വയസ്സിൽ മരിച്ചുപോയി. അത് നമ്മളെ പഠിപ്പിച്ച സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു 63 മരിച്ചുപോയി. ഒട്ടുമിക്ക മഹാന്മാരും 63 ആകുമ്പോ മരിച്ചു പോയിട്ടുണ്ട്. എന്നാൽ ചിലർ 80-90 ഒക്കെ വന്നിട്ടുണ്ടാവാം. അത് പ്രത്യേക സാഹചര്യം കൊണ്ട് അല്ലാഹു നീട്ടിക്കൊടുക്കുന്നതാണ്. ആക്ച്വലി 60-70-ന്റെ ഇടയിൽ എല്ലാവരും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകൂ. കഴിഞ്ഞ കൊല്ലം നമ്മുടെ ചിട്ടട ഉറൂസിനുണ്ടായിരുന്ന പലരും ഖബറിലല്ലേ. നേരത്തെ ഇവിടെ പ്രസംഗിക്കുമ്പോ ഉസ്താദ് അത് ചൂണ്ടിക്കാണിച്ചില്ലേ? കഴിഞ്ഞ കൊല്ലം ഉറൂസിനുണ്ടായിരുന്ന പലരും ഖബറുകളിലല്ലേ. അതിന്റെ മുമ്പുണ്ടായിരുന്ന പലരും ഖബറുകളിലല്ലേ. അടുത്ത കൊല്ലത്തെ ഉറൂസിന് ആരൊക്കെയാണ് ഇവിടെ ഹയാത്തിലുണ്ടാവുക എന്ന് അല്ലാഹുവിനല്ലാതെ പറയാൻ പറ്റോ? അതുകൊണ്ട് സമയം വേസ്റ്റാക്കണ്ട. അയ്യാമ തഫഅലു മാ തശാഉ വതിബ് നഫ്സൻ ഇദാ ഹകമൽ ഖളാഉ. ദിവസങ്ങളെ വെറുതെ തള്ളിക്കളയണ്ട. മരണം പുറകെയുണ്ട്. അതുകൊണ്ട് നീ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചോ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ? നമ്മുടെ ഇവിടെ ഉറൂസ് കഴിക്കുന്നുണ്ട്, നമ്മളിവിടെ ബഅദ് നടത്തുന്നുണ്ട്. ഈ ഉറൂസ് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടണ നേട്ടം എന്താണെന്നറിയോ? വയല് പറഞ്ഞാൽ കേട്ടാ കിട്ടണ നേട്ടം ഞാൻ പറഞ്ഞു. 1 മണിക്കൂർ ഇരുന്നാൽ 1000 റക്അത്തിന്റെ കൂലി കിട്ടും. 2 മണിക്കൂർ ഇരുന്നാൽ 2000ന്റെ കൂലി കിട്ടും. എന്നാല് ഉറൂസ് കഴിച്ചാൽ എന്താ കിട്ടുക? ഉറൂസ് കഴിച്ചാൽ എന്ത് കിട്ടും? ഉറൂസ് കഴിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അല്ലാഹ് ബഹുമാനിച്ച അവന്റെ ഔലിയാക്കളെ നമ്മൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. ഇവിടെ മൗലിദ് നടത്തി, ഇവിടെ മദ്ഹ് പറഞ്ഞു, വഅദ് പറഞ്ഞു, സൂഫി ഷഹീദ് വലിയുള്ളാന്റെ കറാമത്ത് പറഞ്ഞു. അപ്പൊ ആ മഹാനെ പറ്റി നല്ലത് പറയലാണ് ഉറൂസ്. അവിടുത്തെ പേരിൽ ഭക്ഷണ വിതരണം നടത്തി. എന്താണ് ഇതിന്റെ കാരണം? സൂഫി ഷഹീദ് വലിയുള്ളാനെ അല്ലാഹു തആല പൊരുത്തപ്പെട്ട വലിയാണ് കേട്ടോ. അല്ലാഹു തആല പൊരുത്തപ്പെട്ട ഒരു മഹാനെ സ്നേഹിക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ ഭാഗമാണ്. അല്ലാഹ് ബഹുമാനിച്ചവരെ സ്നേഹിച്ചാൽ ആ സ്നേഹിച്ചവരെവിടെയാണ്? സ്വർഗത്തിലാണ്. അത് കല്ലാണെങ്കിലും നമ്മൾ ബഹുമാനിക്കണം. കല്ലിനെ ആരാധിക്കാൻ പാടില്ല എന്ന് പറയണം, അതാണ് നമ്മുടെ മതം. പക്ഷേ അല്ലാഹ് ബഹുമാനിച്ചത് കല്ലാണെങ്കിലോ നമ്മൾ കല്ലിനെ റെസ്പെക്ട് ചെയ്തേ പറ്റൂ. നിങ്ങൾ കഅബത്തിന്റെ അടുത്ത് പോയി നോക്ക്. പരിശുദ്ധ മക്കയിലെ കഅബത്തിന്റെ അടുത്ത് പോയി നോക്ക്. ആ കഅബത്തിന്റെ മൂലയിൽ ഒരു കല്ല് കിടക്കുന്നുണ്ട്. ആ കല്ലിന്റെ പേരാണ് ഹജറുൽ അസ്വദ്. ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞൊരു കല്ലുണ്ട്. കഅബത്തിന്റെ മൂലയിൽ കാണുന്ന ആ കല്ല് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലാണ്. അത് സാധാരണ കല്ലല്ല. തവാഫ് ചെയ്യുമ്പോ ഗ്യാപ്പ് കിട്ടിയാൽ അല്ലെങ്കിൽ തവാഫ് കഴിഞ്ഞാൽ ആ കല്ലിനെ പോയി ചുംബിക്കല് സുന്നത്താണ്. കഅബത്തിന്റെ മൂലയിലുള്ള കറുത്ത കല്ലായ ഹജറുൽ അസ്വദിനെ ചുംബിക്കല് സുന്നത്താണ്. കല്ല് അത് കല്ലാണ്, പക്ഷേ ആ കല്ല് സാധാരണ കല്ലല്ല, അല്ലാഹ് ബഹുമാനിച്ച കല്ലാണ്. വേറെ ഒരു കല്ല് കൂടി കഅബത്തിന്റെ ഉമ്മറത്തുണ്ട്. ആ കല്ലിന്റെ പേരെന്താണെന്നറിയോ മോനെ? ഇങ്ങോട്ടൊക്കെ മഖാമു ഇബ്രാഹീം. പരിശുദ്ധ ഖുർആനിൽ ആ കല്ലിനെ പറ്റി പറഞ്ഞത് മഖാമു ഇബ്രാഹീമ മുസല്ല വഅഹദിനാ ഇലാ ഇബ്രാഹീമ വഇസ്മാഈല അൻ തഖിറാ ബൈതിയ ലിത്വായിഫീന വൽ ആകിഫീന വറുക്കഇ സുജൂദ്. ആ കല്ലിന്റെ പേരാണ് മഖാമു ഇബ്രാഹീം. 7 തവാഫ്, കഅബത്തിനെ 7 വട്ടം ചുറ്റുന്നതിനാണ് തവാഫ് 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 എന്ന് പറയാ. അങ്ങനെ 7 വട്ടം കഅബത്തിനെ ചുറ്റിക്കഴിഞ്ഞാൽ 7ാമത്തെ തവാഫ് കഴിഞ്ഞാൽ ഈ കല്ലിന്റെ പിന്നിൽ വരണോ. എന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കണം. അത് തവാഫിന്റെ ശേഷമുള്ള നിസ്കാരമാണ്. ഈ കല്ലിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ആ കഅബത്തിന്റെ മുമ്പിൽ സ്വർണത്തിന്റെ കൂട്ടിൽ വെച്ചിരിക്കുന്ന കല്ല്, ആ കല്ല് സ്വർണം പതിഞ്ഞ കല്ലാണ്. ആ കല്ലിനെ ഇന്ന് സ്വർണം പൊതിഞ്ഞു വെച്ചിരിക്കുക. ആ കല്ലിന്റെ മുകളിൽ ഒരു മനുഷ്യന്റെ 2 കാല് പതിഞ്ഞു കിടക്കുന്നുണ്ട്. ഒരു മനുഷ്യന്റെ 2 കാല് ആ കല്ലിന്റെ മുകളിൽ പതിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആരാണ് ആ മനുഷ്യൻ എന്നറിയോ?
4000 കൊല്ലം മുമ്പ് ലോകത്ത് ജീവിച്ച് മരണപ്പെട്ടു പോയ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ നിർമ്മിക്കുന്ന സമയത്ത് കയറി നിന്ന കല്ലാണ് ഈ കല്ല്. അല്ലാഹു തആല ഇബ്രാഹിം നബിയുടെ കാല കല്ലിന്റെ മുകളിൽ പതിപ്പിച്ച് കളഞ്ഞു. അല്ലാഹ് ബഹുമാനിച്ച ആളാണ് ഇബ്രാഹിം നബി, അല്ലാഹ് സ്നേഹിച്ച ആളാണ് ഇബ്രാഹിം നബി. അതുകൊണ്ട് ഇബ്രാഹിം നബിനെ അല്ലാഹ് ആദരിച്ച ആളാണ്. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞു, ഞാൻ സ്നേഹിച്ച എന്റെ ഇബ്രാഹിമിന്റെ കാല് പതിഞ്ഞു കിടക്കുന്ന കല്ല് അത് സാധാരണ കല്ലല്ല, അത് കഅബത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കണം. ഹജ്ജിന് വരുന്നവര്, ഉംറയ്ക്ക് വരുന്നവര്, തവാഫിന് വരുന്നവര് അതിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കണം. എനിക്കത് ഇഷ്ടമുള്ള കാര്യമാണ്. ആരെങ്കിലും എന്റെ ഇബ്രാഹിം നബിയുടെ കാലിന്റെ പിറകിൽ, ആ കല്ലിന്റെ പിറകിൽ 2 റക്അത്ത് നിസ്കരിച്ചാൽ അവൻ സ്വർഗത്തിലാണ്. നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ അല്ലാഹ് ബഹുമാനിച്ച കല്ലിനെ ബഹുമാനിച്ചാലും സ്വർഗം കേട്ടോ. അജല്ല സ്വരമത്യാ സ്വർഗം കിട്ടും, പാപം പൊറുക്കും. മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിസ്കരിച്ച സ്വർഗം കിട്ടും. അതേപോലെ സൂഫി ഷഹീദ് വലിയുള്ളാന്റെ ഉറൂസ് കഴിച്ചാൽ എന്ത് കിട്ടും? എഴുതി വെച്ചോ, സ്വർഗം കിട്ടും. സ്വർഗം കിട്ടും. ഉപ്പാപ്പാന്റെ ഹദറത്തിൽ വന്നാൽ, ഈ ഉറൂസിന് വന്ന, ഇഖ്ലാസോടെ വന്ന ആരുണ്ടോ അവർക്കൊക്കെ എഴുതിക്കോ സ്വർഗ്ഗം. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മൾ എല്ലാവരും ഉൾപ്പെടുത്തട്ടെ. ആമീന്. ശക്തി പോരാ, ഒന്ന് ഉറക്കെ പറയും, അല്ലാഹുവേ ഞങ്ങളെ നീ സ്വർഗത്തിന്റെ അഖിലുകാരാക്കണം അല്ലാ. നിന്റെ നരകത്തിനെ തൊട്ട് ഞങ്ങളെ കാത്ത് സലാമത്തിലാക്കണം അല്ലാ. ഈ ഉറൂസ് നീ കബൂലാക്കണം അല്ലാ. ഈ ഉറൂസ് നീ സ്വീകരിക്കണം അല്ലാ. സ്വർഗം കിട്ടുമെന്ന് ഞാൻ വെറുതെ അങ്ങ് വിടുവായിത്തം പറഞ്ഞു വന്നല്ല കേട്ടോ. അതിന്റെയൊക്കെ തെളിവ് ഖുർആനാണ്. നമ്മളൊക്കെ വെള്ളിയാഴ്ച ഓതുന്ന ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിന്റെ പേരെന്താണെന്നറിയോ? അൽ കഹ്ഫ് എന്നാണ്. സൂറത്തുൽ കഹ്ഫ് എന്നാണ്. ആ സൂറത്തുൽ കഹ്ഫിൽ ഒരു വലിയ ചരിത്രം പറയുന്നുണ്ട്. അൽ കഹ്ഫ് എന്ന് പറഞ്ഞാൽ അതൊരു ഗുഹയുടെ പേരാണ്. ആ ഗുഹ ഇപ്പൊ സ്ഥിതി ചെയ്യുന്നത് ഡമാസ്കസിലാണ്. ഒന്നുകൂടി കൂട്ടി കൊടുത്ത മോനെ, ആംപ്ലിഫയർ കുറെ ഉണ്ട്, ഒന്ന് ലേശം കൂട്ടിക്കോ. ഡമാസ്കസിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹയുടെ പേരാണ് അൽ കഹ്ഫ്. ആ ഗുഹയിൽ അഭയം തേടിയ ഔലിയാക്കളുടെ ചരിത്രമാണ് അൽ കഹ്ഫിലൂടെ പറയുന്നത്. ഒരുപാട് ഔലിയാക്കൾ അക്രമികളായ രാജാവിൽ നിന്ന് രക്ഷപ്പെടാൻ ആ ഗുഹയിൽ പോയി ഒളിച്ചിരുന്നു. എത്ര കൊല്ലം? 300 കൊല്ലം. അവരെ അല്ലാഹു ആ ഗുഹയിൽ ഉറക്കിപ്പിച്ചു 300 കൊല്ലം. 300 കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ ആ ഗുഹയിൽ നിന്ന് അവർ എഴുന്നേറ്റ് വരുന്നത്. ഈ ചരിത്രം അൽ കഹ്ഫിൽ പറയുന്നുണ്ട്. ഇത് പറയുമ്പോൾ ഒരു വലിയ ചരിത്രം അല്ലാഹു അതിലൂടെ പറയുന്നുണ്ട്. ഈ ഔലിയാക്കൾ ആ ഗുഹയിൽ കയറി ഒളിക്കാൻ ശ്രമിച്ചപ്പോ അവരെ ഒരു നായ പിന്തുടർന്നു വന്നു. നായ എന്ന് പറഞ്ഞാൽ ഷാഫി മദ്ഹബിൽ വലിയ ശക്തിയായ നജസാണ്. ഈ വാല് കേൾക്കുന്നവരിൽ ചിലപ്പോൾ ഹനഫികളും ഉണ്ടാവാം, ചിലപ്പോൾ മാലിക്കി മദ്ഹബുകാരുണ്ടാവാം, ചിലപ്പോൾ ഹംബലി മദ്ഹബുകാരുണ്ടാവാം, ചിലപ്പോൾ മറ്റു വല്ല മദ്ഹബുകാരും ഉണ്ടാവാം. എന്നാ നായ എന്ന് പറഞ്ഞാൽ ഷാഫി മദ്ഹബില് നായ തൊട്ടാൽ 7 വട്ടം കഴുകണം, അതിലൊരു വട്ടം ശുദ്ധിയുള്ള മണ്ണിട്ട് കഴുകണമെന്ന് നിർബന്ധമാണ്. ആ നായ, ആ ശക്തിയായ നജസായ നായ ഈ ഔലിയാക്കൾ ഗുഹയിൽ കയറിയപ്പോ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ, സംരക്ഷണം കൊടുക്കാൻ ഒരാളും പറയാതൊരു നായ വന്നിട്ട് അല്ലാഹു പറയാണ്, ആ നായ ചെയ്ത പണി എന്താണെന്നറിയോ? അതിന്റെ 2 കൈകാലുകൾ നിവർത്തി വെച്ചിട്ട് ഗുഹയുടെ മുഖത്ത് ആ നായ കയ്യും കാലും വിരിച്ച് കടന്നു. 300 കൊല്ലം ആ നായ അവിടെ കടന്നു മരണപ്പെട്ടു പോയി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, 7 ജന്തുക്കൾ നാളെ സ്വർഗത്തിൽ കടക്കുന്നുണ്ട്. മനുഷ്യന്മാര് സ്വർഗത്തിൽ കടക്കുമുറപ്പാണ്, ജിന്നുകളും സ്വർഗത്തിൽ കടക്കുമുറപ്പാണ്. പക്ഷേ മനുഷ്യനും ജിന്നുകളും അല്ലാത്ത 7 ജന്തുക്കൾ നാളെ സ്വർഗത്തിൽ കടക്കും. സ്വർഗത്തിൽ ആനണ്ടോ? സ്വർഗത്തിൽ ആനണ്ടോ മോനെ? ഇല്ല കേട്ടോ. ഉണ്ടോ? ഇല്ല. സ്വർഗത്തിൽ ആനല്ല. സ്വർഗത്തിൽ സിംഹണ്ടോ? ഇല്ല.
സ്വർഗത്തിൽ ടൈഗറുണ്ടോ, പുലിയുണ്ടോ? ഇല്ല. 7 ജീവികൾ സ്വർഗത്തിൽ കിടക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഒന്നാമത്തെ ജീവി സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഒട്ടകമാണ്. അത് വലിയ ചരിത്രമാണ്, അതിലേക്ക് കടക്കാൻ സമയം അനുവദിക്കുന്നില്ല. സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമായി ഒരു ഒട്ടകത്തിന് ബന്ധമുണ്ട്. ആ ഒട്ടകം നാളെ സ്വർഗത്തിൽ കിടക്കും. അല്ലാഹു ഒട്ടകത്തെ സ്വർഗത്തിൽ കൊണ്ടുവരും. സാലിഹ് നബിയുടെ ഒട്ടകം. മറ്റ് കിടക്കുന്ന 7 ജീവികളിൽ ഒരു ജീവി ഏതാണെന്നറിയോ? അല്ലാഹുവിന്റെ ഔലിയാക്കൾ ആ ഗുഹയിൽ കയറി ഒളിച്ചപ്പോ നായ വന്നിട്ട് കൈകാലികൾ നിവർത്തി വെച്ചിട്ട് ആ ഗുഹാമുഖത്ത് കൈകാലികൾ നിവർത്തി വെച്ച് കടന്നുറങ്ങിയ നായയുണ്ടല്ലോ, ആ നായ നാളെ സ്വർഗത്തിലാണ് മോനെ. നായ നിസ്കരിച്ചിട്ടാണോ സ്വർഗത്തിൽ കടന്നത്? നായ ഹജ്ജ് ചെയ്തിട്ടാണോ സ്വർഗത്തിൽ കടന്നത്? നായ വാഴ് പറഞ്ഞിട്ടാണോ സ്വർഗത്തിൽ കടന്നത്? അതൊന്നുമല്ല. നായ ചെയ്ത പണി എന്താണെന്നറിയോ? അല്ല ബഹുമാനിച്ച ഔലിയാക്കളെ ബഹുമാനിച്ച കാരണത്തിന് വേണ്ടി നായ സ്വർഗത്തിലാണെങ്കിൽ അല്ല ബഹുമാനിച്ച ഔലിയാക്കളുടെ പേരില് ഉറൂസ് കഴിച്ച കാരണത്തിന് വേണ്ടി നമ്മൾ സ്വർഗത്തിൽ കിടക്കില്ലേ? നായക്ക് വരെ സ്വർഗം കിട്ടുമെങ്കിൽ മനുഷ്യരായ നമുക്കില്ലേ? നായ സ്വർഗം കിട്ടാൻ നിസ്കരിച്ചോ, റൂസ് കഴിച്ചോ, ചോറ് കൊടുത്തോ, പൈസ കൊടുത്തോ ഒന്നും കൊടുത്തില്ല. ഔലിയാക്കൾക്ക് കയ്യും കാലും നിവർത്തി പ്രൊട്ടക്ഷൻ കൊടുത്തു, സുരക്ഷിതത്വം കൊടുത്തു. ആ കാരണത്തിന് വേണ്ടി നായ അസ്ഹാബുൽ കഹ്ഫിന്റെ നായ സ്വർഗത്തിലാണ്. എന്നാ നമ്മളിവിടെ റൂസ് കഴിക്കാൻ പണം കൊടുത്തു, അരി കൊടുത്തു, ചോറ് കൊടുത്തു, ഇറച്ചി കൊടുത്തു, ഭക്ഷണം കൊടുത്തു. ഔലിയാക്കളെ ബഹുമാനിച്ചു കൊണ്ട് കൊടുത്താൽ ചിറ്റട ഉറൂസിന് കൊടുത്തവരോ, എരുമാട് ഉറൂസിന് കൊടുത്തവരോ, അതേ കാജൂർ ഉറൂസിന് കൊടുത്തവരോ, ഉള്ളാളത്തെ ഉറൂസിന് കൊടുത്തവരോ, ബഗ്ദാദിൽ കിടക്കുന്ന ഗൗസുല്ലാദമിന്റെ നേർച്ചക്ക് കൊടുത്തവരോ, അജ്മീർ നേർച്ചക്ക് കൊടുത്തവരോ, ഏർവാടി നേർച്ചക്ക് കൊടുത്തവരോ, മുത്തുപേട്ട നേർച്ചക്ക് കൊടുത്തവരോ ഇഖ്ലാസോടെ കൊടുത്തതാണെങ്കിൽ സ്വർഗമാണ്, സ്വർഗമാണ്. അതാണ് നമുക്കിവിടെ ഊന്നി പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. അല്ലാഹു തആല സ്വർഗത്തിന്റെ അകലുകാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, കാലഘട്ടം വലിയ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് പോകുന്ന കാലഘട്ടമാണ്. വയലുകൾക്കൊക്കെ ഇൽമുകൾക്കൊക്കെ സ്ഥാനം കുറഞ്ഞു പോകുന്ന കാലഘട്ടമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, വയത് നിന്നുപോയാൽ, ഇൽമ പ്രചരിപ്പിക്കുന്നത് നിന്നുപോയാൽ ലോകം ഇരുട്ടിലേക്ക് വഴുതി നിന്നു പോകും. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ തന്നെ വേണ്ടത്ര ഇൽമ പഠിക്കാത്ത കാരണം കൊണ്ട് നടക്കുന്ന കുരുത്തക്കേടുകൾ എന്തൊക്കെയാണ് നിങ്ങൾ കണ്ടോ? ഇന്ന് നേരം വെളുത്തപ്പോ എനിക്കൊരാൾ ഒരു വീഡിയോ അയച്ചു തന്നത്, സുബ്ഹാനല്ലാഹ്, സ്വന്തം ഉമ്മാനെ മകൻ കൊന്നു. മകൻ കല്ല് കുടിച്ചു വന്നിട്ട്, മയക്കമരുന്ന് കല്ലല്ല, മറ്റേ MDM അടിച്ചു വന്നിട്ട് ഉമ്മാനെ കത്തിക്കിട്ട് കൊന്നു. 4 മാസം മുമ്പ് കേരളത്തിൽ താമരശ്ശേരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, കേരളത്തിൽ കോഴിക്കോട് ജില്ലയിൽ. ക്യാൻസർ പിടിച്ച് 18 സ്റ്റിച്ചിട്ട് കിടക്കുന്ന ഉമ്മാന്റെ ബെഡ്റൂമിലേക്ക് മകൻ കഞ്ചാവടിച്ച് കയറി ചെന്നിട്ട് കയ്യിലുള്ള കടാര കൊണ്ട് 18 വെട്ട് തലക്ക് വെട്ടിയിട്ട് കിടക്കയിലിട്ട് ആ ഉമ്മാനെ കുത്തിക്കൊന്നു കളഞ്ഞു. സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിക്കണം. തിരുവനന്തപുരത്തെ 26 വയസ്സ് മാത്രമുള്ള അഫ്വാൻ എന്ന് പറഞ്ഞവൻ നല്ലോണം കല്ലുകുടിച്ച് മദ്യപിച്ചിട്ട് ആദ്യം അവനെ സ്നേഹിച്ച പെണ്ണിനെ കൊന്നു. രണ്ടാമത് 13 വയസ്സുള്ള ചെറിയ അനുജൻ, ചെറിയ കുട്ടിയാണ്, 13 വയസ്സുള്ള കുട്ടിയോട് പറഞ്ഞു, നീ പോയിട്ട് ആ കടയിൽ നിന്ന് മന്തി വാങ്ങിച്ചു വാടാന്ന് പറഞ്ഞു. ആ പാവപ്പെട്ട അനുജൻ ജ്യേഷ്ഠന് തിന്നാൻ വേണ്ടി മന്തിപ്പൊതി കയ്യിൽ പിടിച്ചു കൊണ്ടുവന്നപ്പോൾ ആ മന്തിങ് വാങ്ങിച്ചു വെച്ചിട്ട് അവന്റെ കയ്യിലിടുന്ന ആ വലിയ കടാര 13 വയസ്സുള്ള പയ്യന്റെ പള്ളക്ക് കുത്തി കയറ്റിയിട്ട് അവന്റെ കൊടല് വലിച്ചു പുറത്തിട്ടു. 13 വയസ്സുള്ള അനുജനെ കൊന്നു കളഞ്ഞു. ബെഡിൽ കിടക്കുന്ന ഉമ്മാന്റെ കഴുത്തിനിട്ട് കൊത്തിയിട്ട് കൊല്ലാൻ നോക്കി. ഉമ്മ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഒരു വീട്ടിലെ 4 ആളെ മദ്യപിച്ച് മയക്കമരുന്നടിച്ചിട്ട് അവൻ കൊലപ്പെടുത്തി കളഞ്ഞു. നിങ്ങളെ മദ്രസ വിദ്യാഭ്യാസം ശരിക്കും നിങ്ങളുടെ മക്കൾക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ, ദീനെന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ IAS വിടുന്നുണ്ടാവാം, LLB പഠിപ്പിക്കുന്നുണ്ടാവാം, ഡോക്ടറാകാൻ MBBS വിടുന്നുണ്ടാവാം, BAMS പഠിപ്പിക്കുന്നുണ്ടാവാം, അതുപോലെ തന്നെ PUC വിടുന്നുണ്ടാവാം, അതുപോലെ മറ്റുള്ള ഡിഗ്രികൾക്കൊക്കെ പറഞ്ഞയക്കുന്നുണ്ടാവാം. അതൊന്നും വേണ്ട, അത് നമ്മൾ പറയുന്നില്ല. പക്ഷേ MBBS പഠിക്കുന്ന നിങ്ങളുടെ സബ്ജക്റ്റിൽ എവിടെയെങ്കിലും ഉമ്മാനെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞിട്ടൊരു അധ്യായം ഉണ്ടോ?
IAS പഠിക്കുന്ന സബ്ജക്റ്റിന്റെ എവിടെങ്കിലും വയസ്സിന് മുതിർന്നവരോട് നന്മ കാണിക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ടോ? നിങ്ങളൊരു ബസ് കയറിയൊക്കെ അതൊക്കെ വിരാജുവേട്ടക്ക് ബസ് പോണ നാടാണല്ലോ, ഈ ചിട്ടയുടെ വിരാജുവേട്ടക്ക് ബസ് ഉണ്ടല്ലോ. നിങ്ങളോ കയറിയൊക്കെ വയസ്സായ തന്താരും തള്ളാരും കയറിയ 12, 14, 15 വയസ്സുള്ള പയ്യന്മാര് PUCക്കോ SLCക്കോ പഠിക്കുന്ന കുട്ടികൾ ആ തന്ത കേളവൻ പേരുണ്ട്, അങ്ങോട്ട് നോക്കണ്ട, അങ്ങോട്ട് തിരിഞ്ഞെന്ന് പറയും. അവൻ മൊബൈലും ഇങ്ങനെ ഷർട്ടാക്കി അതിന്റെ ഉള്ളിൽ നോക്കിയിരിക്കും. കാരണം അങ്ങോട്ട് നോക്കിയാ വയസ്സായനെ കാണും, സീറ്റ് നീച്ചു കൊടുക്കേണ്ടി വരും. എന്നാ മദ്രസയെ പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. മോനെ, നിന്നേക്കാൾ പ്രായമായവര് നിന്റെ അടുത്ത് വന്നാൽ നീ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആ സീറ്റ് മാറി കൊടുക്കണം കേട്ടോ. നിന്റെ ഉമ്മാനെ നീ ബഹുമാനിക്കണം കേട്ടോ. ഉമ്മാടെ കാലിന്റെ ചോട്ടിലാണ് നിനക്കുള്ള സ്വർഗം കേട്ടോ. നിന്റെ വാപ്പാനെ ആദരിക്കണം കേട്ടോ. നിന്റെ ഉസ്താദിനെ സ്നേഹിക്കണം കേട്ടോ. ഉസ്താദിന്റെ ഗുരുത്വമില്ലാതെ എത്ര അറിവ് പഠിച്ചാലും അത് അറിവല്ല കേട്ടോ. ഉസ്താദ് എന്ന് പറഞ്ഞാൽ അതെ, സ്കൂളിൽ പഠിപ്പിക്കുന്ന മാഷും നിന്റെ ഉസ്താദാണ്, അവിടുത്തെ ടീച്ചറും നിന്റെ ഉസ്താദാണ്, മദ്രസയെ പഠിപ്പിക്കുന്ന ഉസ്താദും നിന്റെ ഉസ്താദാണ്, ദർസ് പഠിപ്പിക്കുന്ന ഉസ്താദും നിന്റെ ഉസ്താദാണ്. വഇർഷാദു ഉസ്താദി വതുലു സമാനി. ഇത് പഠിപ്പിക്കുന്നത് മദ്രസയാണ്, ഇത് പഠിപ്പിക്കുന്നത് ദർസെന്നാണ്. അത് കഴിഞ്ഞാ പിന്നെ പഠിപ്പിക്കുന്നത് ഇതുപോലത്തെ ഉറൂസിന്റെ വാതുകളിൽ നിന്നാണ്. ഈ വാത് കേട്ടിട്ട് ഖൽബ് നന്നായാൽ നിങ്ങളും നന്നാകും, നിങ്ങളുടെ മക്കളും നന്നാവും. അതുകൊണ്ട് ഇവിടെ ചിറ്റടയിൽ ഒരു 4 ദിവസം വാത് വെക്കുമ്പോ നിങ്ങൾ കണ്ട ചായപ്പീടിയയിലും പോയിട്ട് ഉറൂസിന്റെ പേര് പറഞ്ഞ് അരിവക്കച്ചവടത്തിന്റെ പിന്നിൽ പോയിട്ട്, അതുകൊണ്ട് അപ്പുറത്തിപ്പുറത്തെ കാറ്റഗറിയിലോ മറ്റ് ബ്യൂട്ടി പാർലറിലോ അതുപോലെ ഐസ്ക്രീം പാർലറിലോ പോയിട്ട് ഐസ്ക്രീം നുണയേണ്ട സമയം ഇതല്ല. നേരെ മറിച്ച് നിങ്ങൾ വാതിന്റെ മുമ്പിൽ വന്നിരിക്കണം. ആണുങ്ങള് പെണ്ണുങ്ങള് നല്ല ഹിജാബോടെ വന്നിരിക്കണോ. ഉസ്താദുമാര് പറയുന്ന കാര്യങ്ങൾ കേട്ട് ജീവിതത്തിൽ പകർത്തണോ, മാറ്റങ്ങൾ ഉണ്ടാക്കണോ. നമുക്ക് ഈ ദുനിയാവ് മാത്രം പോരല്ലോ, നമുക്ക് മരണപ്പെട്ട് ആഖിറവും വേണ്ടേ, സ്വർഗത്തിലെത്തണ്ടേ, അള്ളാഹിനെ കാണണ്ടേ, അള്ളാഹിന്റെ ഹബീബിനെ കാണണ്ടേ, അള്ളാഹിനെ കാണണ്ടേ, അള്ളാഹിന്റെ ഹബീബിനെ കാണണ്ടേ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ഇൽമ് നല്ലോണം പഠിക്കണം. ഇൽമ് പഠിക്കാൻ കിട്ടുന്ന അവസരമാണ് വയലിന്റെ മജ്‌ലിസുകൾ. ഇതിൽ വന്നിരിക്കണം, നല്ലോണം ഇൽമ് പഠിക്കണം. എന്തൊക്കെ പഠിച്ചാലും പറയും അതിപ്പോ നമ്മൾ കുറെ കാലമായിട്ട് വാങ്ങി വെക്കാതല്ല. ഉസ്താദുമാരിപ്പോ എന്താ പറയാ, നോണ പറയരുത്, കള്ളുടിക്കരുത്, കൊലപാതകം നടത്തരുത്, പലിശ വാങ്ങരുത്. ഇതൊക്കെ ഇപ്പൊ നമുക്ക് അറിയുന്ന കാര്യം തന്നെയല്ലേ. അതിനിപ്പോ എത്രമാത്രം പറയാണ്ടോ? അതൊക്കെ തന്നെയാണ് പറയുന്നത്. പക്ഷേ അതിനങ്ങേപ്പുറം പറയുന്നുണ്ട് അല്ലാഹുവിന്റെ ഇൽമ്. അതെത്ര പറഞ്ഞാലും തീരൂല. അതിങ്ങനെ പറയും തോറും അതിന്റെ ക്ലൈമാക്സ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. പ്രിയപ്പെട്ടവരെ, ഇസ്ലാം ഖിയാമത്ത് നാൾ വരെ ലോകത്ത് നിലനിൽക്കുന്ന മതമാണ്, അള്ളാഹു പൊരുത്തപ്പെട്ട മതമാണ്, അള്ളാഹുവിന്റെ മതമാണ്. അതുകൊണ്ട് ആ ഇൽമിന്റെ പ്രസക്തി ഖിയാമത്ത് നാൾ വരെ എത്ര വയത് പറഞ്ഞാലും എത്ര പ്രാസംഗികന്മാര് പ്രസംഗിച്ചാലും അള്ളാഹുവിന്റെ ദീനിന്റെ മഹത്വം പറഞ്ഞ് ചതാ തിട്ടപ്പെടുത്താൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല കേട്ടോ. എത്ര വഅദ് പറഞ്ഞാലും പിന്നെയും പ്രസംഗിച്ചാലും ദീനിനെ പറ്റി പഠിച്ചാ തീരൂല. നമുക്കറിയാം ബഹുമാനപ്പെട്ട സയ്യിദനാ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു സഹാബിയാണ്. മദീനയിലെ പള്ളിയിൽ റസൂലുള്ള വഅദ് പറയുമ്പോ എപ്പോഴും ഒന്നാമത്തെ സഫിൽ വന്നിരുന്ന് വഅദ് കേൾക്കുന്ന സഹാബിയാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ മുആദ് തങ്ങളെ വിളിച്ചിട്ട് പറയാണ്, മുആദേ, നിന്നെ ഞാൻ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു രാജ്യമുണ്ട്, യമൻ. യമൻ ഇപ്പോൾ ആ രാജ്യത്തിന്റെ പേര് യമൻ എന്നാണ്. മുത്തുനബിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാട് ഏതാണ്? യമനായിരുന്നു. മുത്തുനബി ഇടക്കിടക്ക് യമനിന്റെ നേരെ നിന്ന് പറയും, അൽ ഇൽമു ഫിൽ യമൻ, അൽ ഇൽമു ഫിൽ യമൻ. ഇൽമു കിടക്കുന്നത് യമനിലാണ്, ഇൽമു കിടക്കുന്നത് യമനിലാണ്. അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമുള്ള നാടായിരുന്നു യമൻ. ആ യമനിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് നബി തങ്ങൾ ദുആരുന്ന ചരിത്രങ്ങളുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമുള്ള നാടാണ് യമൻ. അതാ മുആദ് ബിൻ ജബൽ എന്ന് പറയുന്ന സ്വഹാബിനെ വിളിച്ചിട്ട് പറയാണ്, ഓ സ്വഹാബി, നിന്നെ ഞാൻ യമൻ രാജ്യത്തിന്റെ ഗവർണറാക്കിയിരിക്കുന്നു. ഗവർണർ എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയണമെങ്കിൽ ഇപ്പോ നിങ്ങളുടെ കർണാടക സ്റ്റേറ്റിന് ഒരു ഗവർണറുണ്ട്, എന്റെ കേരള സ്റ്റേറ്റിനും ഒരു ഗവർണറുണ്ട്, ഈ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിനും ഒരു ഗവർണറുണ്ട്.
ഗവർണർ എന്ന് പറഞ്ഞാൽ ഭരണഘടന അനുസരിക്കുന്ന നമ്മുടെ ജനാധിപത്യ മതേതരത്വ രാജ്യമായ ഇന്ത്യ രാജ്യത്ത് ഗവർണറുടെ സീറ്റത്തെ സ്റ്റാറ്റസ് എത്രയെന്ന് അറിയോ? മന്ത്രിസഭയെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും അത് നടപ്പാവണമെങ്കിൽ ഗവർണറുടെ സിഗ്നേച്ചർ, ഗവർണറുടെ ഒപ്പ് അവിടെ ആവശ്യമാണ്. ഗവർണർക്ക് വലിയ പ്രൊട്ടക്ഷനാണ്. ഗവർണർക്ക് താമസിക്കാൻ വലിയ കൊട്ടാരങ്ങളുണ്ട്. ഗവർണർക്ക് വലിയ പോലീസ് അകമ്പടികളുണ്ട്. ഒരു രാജ്യത്തിന്റെ പരമോന്നത നേതാക്കളിൽ ഒരാളാണ് ആ രാജ്യത്തിന്റെ ഗവർണർ. അത്ര വലിയ സ്ഥാനം ആർക്കാ കൊടുക്കുന്നത്? മദീനത്തെ പള്ളിയിൽ എന്നും വാഴ കേൾക്കാൻ വന്നിരിക്കുന്ന സയ്യിദുനാ മുആദ് ഉറക്കെ പറഞ്ഞ മുആദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, മുആദേ, നിന്നെ ഞാൻ മദീനയിലേക്ക് പറഞ്ഞയക്കാൻ, അല്ല യമനിലേക്ക് പറഞ്ഞയക്കാൻ, അവിടേക്ക് ഗവർണറായിട്ട് നീ പോണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു കരയുകയാണ്. കരഞ്ഞ് 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 കണ്ണിലെ വലാവെല്ലൊക്കെ അങ്ങനെ ഒഴുകി താടി രോമങ്ങളിലൂടെ വലിച്ചിറങ്ങുകയാണ്. ബീബായ തങ്ങൾ യമനിലേക്ക് പോകാൻ പറഞ്ഞപ്പോ മുആദ് തങ്ങൾ കരഞ്ഞപ്പോ മുആദിനെ റസൂലുള്ളാഹി അടുത്ത് വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, മാദാ യബ്കി, എന്തിനാ മുആദേ നീ കരയുന്നത്? എന്തിനാ നീ കരയുന്നത്? ഞാൻ നിന്നോട് നല്ല കാര്യമല്ലേ പറഞ്ഞിട്ടുള്ളൂ, യമനിലെ ഗവർണർ ആവണമെന്ന്. അതിന് നീ ഇത്ര കണ്ണിൽ വെള്ളം നിറച്ച് കരയണോ? മുത്തുനബി ചോദിച്ചപ്പോൾ അതാ മുആദ് തങ്ങൾ പറയാണ്, നബിയെ, എനിക്ക് ഗവർണർഷിപ്പ് വേണ്ട. നബി തങ്ങൾ പറഞ്ഞു, എന്താണ് പറയണത്? ഇത്ര വലിയ സ്റ്റാറ്റസ് അല്ലേ ഗവർണർ, ഇത്ര വലിയ അംഗീകാരമല്ലേ ഗവർണർ, വല്ലാത്ത പദവിയല്ലേ, അത് വേണ്ടാതെ എന്തിനാ വെക്കുന്നതെന്ന് ചോദിച്ചപ്പോ മുആദ് ബിൻ ജബൽ തങ്ങൾ പറയാണ്, യാ റസൂലല്ലാഹ്, അങ്ങയുടെ മദീനത്തെ പള്ളിയിൽ റസൂലുള്ളാഹി വഅദ് പറയുമ്പോ ഒന്നാമത്തെ സഫിൽ വന്നിരുന്ന് വഅദ് കേട്ടിട്ട് ഇൽമു കേട്ട് 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 എനിക്ക് വല്ലാത്ത ഇൽമുള്ള ആലിമാവണോ, തങ്ങളുടെ ഹദറത്തിൽ നിന്ന് ഒരു സെക്കൻഡ് വിട്ട് പിരിയാൻ എനിക്കിഷ്ടല്ല. എനിക്ക് MLA ആവണ്ട, മന്ത്രി ആവണ്ട, ഗവർണർ ആവണ്ട, രാജാവ് ആവണ്ട. അതിനേക്കാളൊക്കെ ഖൈർ എനിക്ക് റസൂലുള്ളാഹിന്റെ അടുത്ത് മദീനത്തെ പള്ളിയിൽ ഇരിക്കലാണ് നബിയേ. അബീബ് ഉമ്മി ഫിദാഉൻ ലക യാ റസൂലല്ലാഹ്, എന്റെ ബാപ്പനെ കാട്ടിലും എന്റെ ഉമ്മാനെ കാട്ടിലും അങ്ങയെ ഞാൻ മഹബ്ബത്ത് വെക്കുന്നു എന്ന് പറഞ്ഞിട്ട് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി കരഞ്ഞപ്പോൾ റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുആദേ, നീ പറഞ്ഞതൊക്കെ ശരിയാണ്. മദീന വിട്ടുപിരിയാൻ ആർക്കും ഇഷ്ടമുണ്ടാവില്ല. മുത്തനബിയുടെ ഹദീസിലുണ്ട്, നിങ്ങൾ ആരെങ്കിലും മരിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ എവിടെ കിടന്നാ മരിക്കേണ്ടത്? ലണ്ടനിലാണോ? മരിക്കാൻ നല്ല രാജ്യം ഏതാണ്? അമേരിക്കയാണോ, ലണ്ടനാണോ, ഇംഗ്ലണ്ടാണോ, പാരീസാണോ? മരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, ഒരു മുഅ്മിനായ മനുഷ്യൻ മരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ